അതേ നിയമങ്ങൾ, അതേ കളികൾ, പക്ഷേ പുതിയ രാജാവ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാച്ച് കളിക്കാൻ പോവുകയാണ്. നമ്മൾ എംബാപ്പനെ വെച്ചിട്ടൊരു, അതായത് നമ്മളെ ഫ്രാൻസിൻ്റെ ഒരു എംബാപ്പനെ വെച്ചിട്ടുള്ളൊരു മാച്ചാണ്. ഈ എംബാപ്പനെയും അതുപോലെ തന്നെ നമ്മളെ മൈക്ലോവിനെയും വെച്ചിട്ടുള്ളൊരു മാച്ചാണ്. ഈ ഒരു സ്ക്വാഡാണ് വരുന്നത്. ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഒപ്പോണ്ട് വന്നിട്ടുണ്ട്. ഒപ്പോണ്ടിൻ്റെ സ്ക്വാഡ് ഇതാണ്. ഡബിൾ ബൂസ്റ്റർ റുമനിങ്ങും, ഡബിൾ ബൂസ്റ്റർ ബാസിക്കൂട്ടി. മോനെ സലി ഉണ്ടല്ലോ, പുതിയ വന്ന സലി ഉണ്ട്. ഒരു അടിപൊളി സ്ക്വാഡായിട്ടാണ് ഒപ്പോണൻ്റ് വന്നിരിക്കുന്നത്. ഒപ്പോണൻ്റെ സ്ക്വാഡ് കുഴപ്പമില്ലാത്തൊരു സ്ക്വാഡാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാച്ചിനെ പറ്റി അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റുമനിങ് കാൻ്റെ ജമാൽ പിടിച്ചിട്ടുണ്ട്. ജമാൽ ഗോൾ കീപ്പർ ഒന്ന് ഫ്രണ്ടിലേക്ക് കയറി വന്നപ്പോൾ ജമാലൊന്ന് അടിച്ചു നോക്കിയതാണ്. ഫുൾ ഷോട്ടായി, പക്ഷെ ഇത് പുറത്തേക്കാണ് പോയത്. ഗോൾ കീപ്പർ ആരാ? ചെറുബാബയാണ്. ചെറുബാബ വീണ്ടും ഡിലേറ്റ് ഫ്രണ്ടിലേക്ക് കയറി ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബാസ്റ്റി ടേൺ ചെയ്ത് നല്ലൊരു ഷോട്ടാണ്. വീണ്ടും സെർജീനോൻ്റെ ഒരു ത്രൂ പാസാണ് ഉള്ളിലേക്ക്, എംബാപ്പയിലേക്കാണ് നോക്കിയത്. പിന്നെ റൊമനിങ്, നേഡർ, ജമാൽ. ജമാലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വെച്ചിട്ടില്ല. സെർജീനോ നല്ലൊരു ഹീൽ ട്രിക്കൊക്കെ ആയിട്ടാണ് സെർജീനോ, പക്ഷേ നമ്മളേക്കൊന്ന് മിസ്സായ ബോള്. ജമാൽ വീണ്ടും മോൺട്രിച്ച്. എംബാപ്പനെ കൊണ്ട് അടിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും മോൺട്രിച്ച്. അതുകൊണ്ട് ഒരു പവർഫുൾ ഷോട്ടാണ്, പക്ഷേ കീപ്പർ പിടിച്ചു. വീണ്ടും ബെക്കംബർ, കാർലോസ്, പക്ഷേ ഒരു കോർണറായി മാറി. കാർലോസാണ് കോർണർ എടുക്കുന്നത്. എന്തിപ്പോൾ സംഭവിച്ചേ? പുറത്തേക്കാ പോയത്. ഒരു ഗോൾ കിക്കായി മാറിയിട്ടുണ്ട്. ഗോൾ കീപ്പർ ഡിഡ. പിന്നെ ലോങ് ബോൾ. ബാസ്റ്റി, പിന്നെ സ്നൈഡർ, മോൺട്രിച്ച് മിസ്സായി. റൊമനിങ് ഗോൾ കീപ്പർ സേവ് ചെയ്തു. എന്തോ ഒരു ഭാഗത്തിന് കഴിച്ചില്ലായി നമ്മളവിടെ. എംബാപ്പെ സ്നൈഡർ, അവിടെ ഒരു ഫൗളാണെന്ന് തോന്നുന്നുണ്ട്. റെഡ് കാർഡ് കൊടുക്കോ? യെല്ലോ കാർഡാണ്. എംബാപ്പനോട് ഫൗൾ ചെയ്തിട്ടുണ്ട്. ഫ്രീ കിക്ക് എടുത്തിട്ട് വലിയ കുറേ ഫ്രീ കിക്ക് എടുത്തിട്ടൊരു ഗോളായിട്ട് വെച്ച് നടപ്പിച്ച് നോക്കാം. ഫ്രീ കിക്ക് എടുത്താൽ അങ്ങനെ കയറൂലുണ്ട്. നോക്കി പോസ്റ്റിന് മേലെ കൂടെ പോയത്. കുഴപ്പമില്ല, വലിയൊരു ഇതില്ല. ഫ്രീ കിക്ക് എടുത്ത് പരിചയമില്ല. ഡയറക്റ്റ് കൊസ്റ്റക്കട്ട.
പിന്നെ യമാല് സ്നൈഡർ കഴിഞ്ഞില്ല. ഇതിലേക്ക് ക്ലിയർ ചെയ്യൂ. പിന്നെ എംബാപ്പെ അല്ല കാർലോസ് പിടിച്ച് പിന്നെ മിസ്സായി. സെലനോട് ഫോൾ വെച്ചിട്ടുണ്ട് എന്നാണ് ലെഫ്റ്റ് പറയുന്നത്. മൊട്ട ലെഫ്റ്റ് എന്നാണ്. റോബോട്ടോ കാർലോസ് അടിച്ച് കയറ്റുമോ? നമുക്ക് കിട്ടിയ അതേ പൊസിഷൻ തന്നെ കിട്ടിയിട്ടുള്ളത്. എംബാപ്പെ ചെന്ന് പിടിച്ചിട്ടുണ്ട്. വിക്ടർ ബാബ മുന്നിലേക്ക് ഒന്ന് പിടിച്ചിട്ടുണ്ട്. വീണ്ടും സ്നൈഡറിന്റെ ഒരു പാസ്സാണ്. യമാലൊന്ന് ഡബിൾ ടച്ചിട്ടുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ വിസിൽ ഊതി ഹാഫായിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹാഫിൽ നോക്കാം. ഓവൻ സ്നൈഡർ ഓംസായി ബസ്റ്റ് വീണ്ടും ഫൗളാണ്. എന്തത് തൊട്ടാ ഫൗളാണല്ലോ. വീണ്ടും കാർലോസ് ഡയറക്റ്റ് അടിക്കുമോ? ഓണെങ്കിൽ ഒന്നും കരുതുന്നുണ്ട്. ത്രൂ പാസ് ഇട്ട് കയറ്റാനോ പരിപാടി തോന്നുന്നുണ്ട്. ഓവൺ നല്ലൊരു ബോൾ വെച്ചെടുത്തിട്ടുണ്ട്. ഓവൺ മതി, അത് മതി, എന്തെങ്കിലുമൊക്കെ മതിയല്ലോ. പറഞ്ഞ പോലെ ഓവൺ അടിച്ചാൽ പിന്നെ അത് കയറും. ഷുവറാ. ടൂമനി സെർജീനോ പിടിച്ചിട്ടുണ്ട്. സെർജീനോ 2 ഗോള് നമ്മളെ ഓവണ സ്കോർ ചെയ്തത്. മതി മതി മതി, എന്തെങ്കിലുമൊക്കെ മതിയല്ലോ പറഞ്ഞാൽ മതി. വീണ്ടും ചോമനി വീണ്ടും സ്നൈഡർ കാർലോസ് സെർജീനോ യമാൽ. അപ്പോൾ യമാല് മൂന്നാമത്തെ ഗോൾ ഒരു ഡബിൾ ടച്ചിലൂടെ നേടിയിട്ടുണ്ട്. മതി. ചോമനി എംബാപ്പെ ഒരു സ്റ്റണ്ണിങ് അടിച്ചൊക്കെയാണ്. ഗോൾ കീപ്പർ സേവ് ചെയ്തു. ഒപ്പോണന്റ് നിർത്തിപ്പോവല്ല പ്ലാനാണെന്ന് തോന്നുന്നുണ്ട്. 2-3 ഗോൾ അടിച്ചേക്ക് ഒപ്പോണന്റ് നിർത്തിപ്പോയി. എന്ത് ചെയ്യാനാ? ഒരു മാച്ച് ജയിക്കുമ്പോഴല്ലേ ഒപ്പോണന്റ് ഇറങ്ങിപ്പോവാ. ഇപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ പറ്റി. ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.